ഇതിൻ്റെയൊക്കെ കൂട്ട് 10ാം ക്ലാസ് നിർത്തിയാണെന്ന് ഞാൻ വിചാരിച്ചത്. ചുമ്മാ പഠിക്കാൻ പോകാമെന്നാണോ എന്നാ വിചാരിച്ചത്. ഈ വായ്പയിൽ പഠിക്കാൻ പോയത് ചുമ്മാ പഠിക്കാനുണ്ടാവില്ല. തലയിലോട്ട് ഇപ്പൊ നടി തുടങ്ങി, ലേസറടി എന്ന് തുടങ്ങി തലയുടെ മണ്ടത്തോട്ട്. അറ്റാക്ക് വരുത്തി കാശ് വാങ്ങി എന്തെല്ലാം അമ്മ പൊന്നച്ച. ഇങ്ങനെ കുറെ ആളുകൾക്ക് അറ്റാക്ക് കാൽഭാഗം പോലും വരുന്നില്ല. ഇവന്മാരിങ്ങനെ സേവ് ചെയ്താൽ ഓരോ അറ്റാക്ക് വരുന്നത്. കള്ളന്മാരങ്ങൾ പൈസയ്ക്ക് വേണ്ടി ആൾക്കാരെ ഉപദ്രവിച്ച് റെഡിയാക്കുന്ന കുറച്ച് എൻഡിക്കന്മാർ. നാണവുമാനമില്ലാത്ത പരീക്ഷകൾ ഇങ്ങനെ നടക്കുക. എന്നിട്ട് ഇരിക്കല്ലേ ഫോണും പിടിച്ചിങ്ങനെ ഇരിപ്പായമാർ ജോലി. അതൊക്കെ എന്താ ഉദ്യോഗത്തിനാ പോകുന്നതെന്നാണ് പഠിക്കുന്നത്. ഉദ്യോഗമാണെന്ന് പറഞ്ഞ് പോവാ കുറെ ആളുമാര്. ക്യാഷ് തറാ എന്താ തറാ കണ്ടെത്താൻ ഗോതമ്പുമാവ് നടക്കുക. ആളുകളെ കുത്തിയിരിപ്പിക്കാൻ കാശുണ്ടാക്കാൻ നടക്കില്ല പഴയമാര്. ഈ വഴിയൊന്നും ഇല്ല നടക്കുക. നാണോമാനമില്ലാത്ത. എനിക്ക് തോന്നി ഇവിടൊക്കെ ഓ പിന്നെ ആര് പറയാ. പിന്നെ ഇലന്തൂര് 3 എണ്ണത്തിലേക്ക് വെട്ടിക്കൊന്നത് എന്തുവാ? 3 എണ്ണത്തിന് ഇലന്തൂരെ പഠിക്കാതെ വെച്ചിട്ടുണ്ടോ? ആര് പറയുക? നിങ്ങളുടെ പന്തളം കോർണർ എല്ലാം ഉണ്ട്. കള്ളന്മാരുടെ കോട്ടയം. ഈരവജാതി കൂടുതൽ കൂടുതൽ ഈരവജാതി ഇത് കള്ളക്കൂട്ടം. ഈരവജാതി ഇതുപോലെ കള്ളക്കൂട്ടം വേറെ ജാതി കാണത്തില്ല. ഇത്രയും കള്ളക്കൂട്ടമാണ്. നിമിഷം നേരം കൊണ്ടല്ലേ വലിയ പണക്കാരാവുന്നത്. പണം എന്ന് വെച്ചാൽ എന്തുവാ പണം കൊണ്ട് വെച്ചാൽ കോടികളുടെ ആവശ്യം. ഇത്രയും കോടികളുടെ ആസ്തി പെട്ടെന്ന് ഇത്രക്ഷമ വരാൻ എന്തോ ഇത് അംബാനിയോ? കുറെ അവന്മാരില്ലയോ ഒലവെട്ടിയിലും കണ്ടല്ലൂരൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. കണ്ടല്ലൂര് സുഭാഷ് എല്ലാവരും എന്തുവാ ഇത്രയും കല്യാണം വരെ അവന് കാടില്ലാതെ ഇങ്ങനെ നടക്കുകയായിരുന്നു പെമ്മാടി. ഇത്ര നേരം കൊണ്ടല്ലയോ എന്തുവാ വേറാണ്ട് പ്രതിമ ആരാണ്ട് കാണാൻ ചെല്ലുന്നു. സിനിമാക്കാരാവുന്നതിനെക്കാട്ടി മുന്നേ എന്തുവാ പോലെയോ ആര് കാണുന്നതിന്റെ പ്രതിമ ആരെങ്കിലും കാണുക? സിനിമയെ കൂടി പറയുന്നവരാരെങ്കിലും എന്തോ ഇരുന്നു എന്റെ പ്രതിമ പോലും പ്രതിമയിൽ ഉണ്ടാക്കിയ കാശാണ്. എങ്ങാണ്ട് കാരണം അത് അവിടെ ഇവിടെയെല്ലാം കൊണ്ട് എന്തുവാ എറണാകുളത്ത് കൊണ്ടുവന്ന് വെച്ച് അവിടുന്ന് എല്ലാം പൊളിച്ചു വെട്ടി പോവുക. അങ്ങനെയൊക്കെ ഉണ്ട്. ഇൻഷുറൻസ് ചെയ്തിട്ട് പറയുമോ ഇവിടെ നഷ്ടം വന്നു ഇൻഷുർ ചെയ്യും ആദ്യം. എന്നിട്ട് നഷ്ടം വന്നു പറഞ്ഞാൽ അവിടുന്ന് പൊളിച്ചു വെട്ടി പോവുക. അങ്ങനെ കാശ് ഇഷ്ടം പോലെ അല്ലേ കിട്ടുന്നത്. ഇങ്ങനെ കള്ളത്തരം കൊണ്ട് നടക്കുക. ഇരിക്കുന്ന പ്രതിമ പാലക്കാട് ആരാണ്ട് കാണുമോ എന്റെയൊക്കെ പറഞ്ഞ പ്രതിമ? എന്റെ പ്രതിമ കാണാൻ ആര് പോകും? എന്റെ പറഞ്ഞ പ്രതിമ
എന്ത് ആരോട് ഡിസ്കഷൻ നടത്തിയിട്ടായിരിക്കും ഇവന്മാരിതൊക്കെ അറിയുന്നതെന്നുള്ളതാണ്. ഇവന്മാർക്ക് നല്ല ഇതെല്ലാം ഞാൻ ബംഗലാപുരത്ത് ഇരിക്കുമ്പോഴും ഇവിടെ ഉള്ള ആർക്കും ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ അറിയാം. അപ്പൊ ഇതെല്ലാം ഞാൻ അവിടെ ഇരുന്ന് പഠിക്കുമെന്നും ഇങ്ങനെ ഓടിക്കണമെന്നും ഒക്കെ ആരോ പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ് ഇതെല്ലാം. മനസ്സിലായില്ലേ? ആര് ജയിക്കാനെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പൈസ വാങ്ങിക്കുന്നവന്മാരും ഉള്ളമാരും ആര് ജയിക്കണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇവിടെ അറിയുന്നത്? ഈ കണ്ടല്ലൂർ കിടക്കുന്നവരെങ്ങനെ അറിയാനാ? കണ്ടല്ലൂർക്കാരൻ അതാ എനിക്ക് മനസ്സിലായത്. കണ്ടല്ലൂർക്കാരൻ എങ്ങനെ അറിയും? ആഹാ കൊള്ളാവല്ലോ. അപ്പം എന്തുമാത്രം ഡിസ്കഷനാണ് എന്നെ കുറിച്ച് നടക്കുന്നത്. എന്തും ഇത്ര വലിയ ഡിസ്കഷൻ നടക്കാൻ എന്നെ കുറിച്ച്? എന്താ അസൂയ മാത്രമൊന്നുമല്ല, കാശുണ്ടാക്കണോ? ഏതോ പന്തരക്കായി പറഞ്ഞ മക്കൾ അവരാദ്യം ആണോ മാനില്ലാത്ത കുറെ ഞാൻ പറഞ്ഞ അവരാധിക്കാൻ അറിയുന്നവരാണല്ലോ ഈ ചെയ്യുന്നത്. നമ്മൾ അവരാധിക്കണം. എല്ലാവരെയും പറയുന്നത് എന്തിനാ? വീർപ്പിക്കുമല്ലേ? വീർപ്പിച്ചേച്ച് ഇങ്ങനെ നമുക്ക് ശ്വസിക്കാൻ പറ്റാതിരിക്കാൻ ഡയഫ്രം അനങ്ങാത്ത രീതിയിൽ ഇങ്ങനെ ഗ്യാസ് അടിച്ചങ്ങ് നിറയ്ക്കുവാ നമ്മുടെ അകം. എന്താ രോഗം? സോക്കേട് എടുക്കുന്നു. സോക്കേടും കൂടെ നടക്കുക ഗ്യാസും ജ്യൂസും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറച്ചേച്ച് നമുക്കിതിന്റെ പകുതിയെ പോലെ ഉണ്ടോ ഇല്ല ഇങ്ങനെ നിറച്ചേച്ച് ഗ്യാസ് കയറ്റി നിറയ്ക്കുക. ഗ്യാസ് കയറ്റി നിറച്ചേച്ച് പറയുന്നു നിറച്ചേച്ച് ഇതാക്കുക നടക്കുക. ബ്ലോട്ടിങ് ഗ്യാസ് തെമ്മാടിത്തരം കാണിക്കുന്നു. നീ പുസ്തകത്ത് തെമ്മാടിത്തരം കാണിക്കാനാണ് മറ്റുള്ളവരുടെ ദേഹം. നിനക്ക് ആര് തന്നട നിനക്കൊക്കെ ആര് തന്നട ഈ അധികാരം? തെമ്മാടിത്തരം കൊണ്ട് നടക്കുന്നു പറയാന്മാർ. ഇന്ത്യയിലൊക്കെ ഗ്യാസ് അടിച്ച് കയറ്റിയിട്ട് നടക്കണം. ഗ്യാസ് അടിച്ച് കയറ്റിയിട്ട് നടക്കുക തെമ്മാടിയൊക്കെ. ഫോണും കൊണ്ട് ഇങ്ങനെ ഇരിപ്പാ രാപ്പകൽ കുറെ അമ്മമാര്. ഇത് കണിയാനുണ്ട്, ഒരു കണിയാൻ അവനങ്ങ് ഫോണുമായിട്ട് ഇരിപ്പാ ജോലി വന്ന്. വേറെ പണിയൊന്നും ഇല്ല. അവന് മോനെ ഇതുപോലെ കാലഭാസ്കറിനെ റെഡിയാക്കിയ പോലെ മോനെയൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ ഫോണും കൊണ്ട് ഇപ്പൊ ഇരിപ്പാ അവന്റെ ജോലി. ഇങ്ങനെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. അമ്മമാരുടെയൊക്കെ കയ്യിൽ ഇങ്ങനെ ഇഷ്ടംപോലെ സാമാനമാ ബിജുപിയുടെ എല്ലാം. എങ്ങാണ്ടൊരു പട്ടി എങ്ങാണ്ട് ഒരു തെണ്ടിയെ കാണാൻ കിട്ടുമോ? ദൈവമേ ഇവനെ ജയിലിൽ കിടക്കണേ ഭഗവാനെ. ഇവൻ എന്നേക്കുമായിട്ട് ഇവന് ജയിലിൽ കിടക്കണേ ഭഗവാനെ. ഇവനെ ജയിലിൽ കിടക്കണേ ഈശ്വരന്മാരെ കൃഷ്ണ. ഇവനെ ജയിലില് ഇവന്റെ അന്ത്യം ജയിലിൽ കിടന്ന് അയക്കണേ ഭഗവാനെ. ഇവന് ഒത്തിരി ഉണ്ട് ഇവനെതിരെ കൊടുക്കാൻ. ഇവന് എന്തുവാ കോയമ്പത്തൂരെ വസ്തു വിറ്റ്